ഹായ് ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഇനി തൊട്ട് എല്ലാം ഓൾട്ടർനേറ്റ് ഡേയ്സും ഇടാൻ ഉദ്ദേശിക്കുന്നത് വളരെ വൈറലായിട്ട് നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ പോയിട്ടുള്ള, എന്നാൽ നമുക്ക് ചില ഡൗട്ട് അടിക്കുമല്ലോ, ദൈവമേ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് പ്രത്യേകിച്ച് ഈ വിലയൊക്കെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ട്രൈ ചെയ്താൽ കുളമാകുമോ, വെറുതെ കാശ് നശിപ്പിച്ച് കളയോ, ഇതിൻ്റെ കളർ ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന. അപ്പോൾ ഞാൻ വളരെ നോർമലായിട്ട് കേട്ടോ, എനിക്ക് പ്രത്യേകിച്ച് എസ്തെറ്റിക്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സംഭവം, എന്നാൽ ഞാനത് 2-3 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് അത്യാവശ്യം എൻ്റെ കെട്ടിയവനാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് വരുന്നവർക്കാണെങ്കിലും ഞാൻ കൊടുത്തിട്ട് ഇത് കൊള്ളാലോ, ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ച സാധനങ്ങളാണ് ഞാനിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഞാൻ എൻ്റേതായ ഞാനൊരു പാർട്ട് ടൈം കുക്കും കൂടി ആയതുകൊണ്ട് എൻ്റേതായ ചില പൊടിക്കൈകളും ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പിയുടെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും വളരെ റഫായിട്ട് പറയുകയാണെങ്കിലും നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ, അത് കഴിഞ്ഞിട്ട് അതിലുള്ള കുറച്ച് മസാല ഐറ്റംസ്, നമ്മുടെ കാടമം, അതുപോലെ പട്ട, കറിവേപ്പില, ബേ ലീവ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് അതിട്ടിട്ട് പിന്നെ 2 സബോള അത് നന്നായിട്ട് നമ്മൾ വഴറ്റി എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു പകുതി ഒരു വാട്ടം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് വാടിക്കിട്ടും. അതിന് ശേഷം അതിലേക്ക് നമ്മുടെ 2 പച്ചമുളക് ഇടുക. ഇതധികം എരിവൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഒരു കറിയാണ്. പിള്ളേരൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ഇറ്റ് വുഡ് ബി നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് മാറും. അപ്പോൾ 2 പച്ചമുളക് മതി. ഞാൻ ഏകദേശം ഒരു 750-800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയിൽ ഞാൻ ഇഞ്ചി കൂടുതലും വെളുത്തുള്ളി കുറവും എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഞ്ചിയുടെയാണ് കുറച്ചും കൂടി ഒന്ന് ജാസ്തി നിൽക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. അത് ഒന്ന് വഴറ്റി ഏകദേശം നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഈ പറയുന്ന കൊറിയാണ്ടർ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്മെല്ലൊന്ന് പോകുന്ന വരെ ഒന്ന് ചെയ്തിട്ട് പിന്നെ തക്കാളി ഇടുക. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഇട്ട ചിക്കൻ, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ചിക്കൻ ഇത്തിരി മഞ്ഞൾ പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സബോള അരിഞ്ഞ് തുടങ്ങിയാൽ മതി. എന്നിട്ട് നമ്മൾ ഈ വാടുന്ന വരെയുള്ള മാരിനേഷൻ മതി. അപ്പോൾ ആ ചിക്കൻ എന്നിട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം ആ ഒരു പിങ്കിഷ് കളറുണ്ടല്ലോ, ആ ഷെയ്ഡ് പോകുന്ന വരെ ചെയ്തിട്ട് പിന്നീട് നമ്മൾ 2ാം പാൽ, അതായത് 2 കപ്പ് 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ അത് നന്നായിട്ട് തിള വരുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളത് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ആ സംഭവം വേവിക്കുക. ആ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു അതായത് 250 ml നമ്മുടെ ഫസ്റ്റ് പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ, അത് ഒഴിക്കുക, കട്ടിയുള്ള തേങ്ങാപ്പാൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് കാച്ചി ഒഴിക്കുന്നതാണ്. അതിന് നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കാച്ചി നല്ല ബ്രൗണിഷ് ഷെയ്ഡായിട്ട് ഈ കറിയിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് ഒരു ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് അത് ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും മൂടി വെക്കുക. അപ്പോൾ അതിനുള്ള ഒരു ടൈം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറുണ്ടാക്കാനോ പാത്രം കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ്സാണ് ഗ്രേവി ഉണ്ടാകുക. സൂപ്പർ സാധനമാണ് കേട്ടോ.